കണ്ണൂർ കോർപ്പറേഷനിലെ തകർന്നു കിടക്കുന്ന റോഡുകളുടെ അറ്റകുറ്റപ്പണി എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കുമെന്ന് പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ റിജിൽ മാക്കുറ്റി. ഫണ്ടുകൾ കൃത്യമായ വികസന പ്രവർത്തനങ്ങൾക്ക് ഉറപ്പാക്കും. ഉദ്യോഗസ്ഥരുടെ അനാവശ്യമായ ഒരു ഇടപെടലും അനുവദിക്കില്ലെന്നും ചെയർമാൻ സ്ഥാനം ഏറ്റെടുത്ത ശേഷം റിജിൽ മാക്കുറ്റി പറഞ്ഞു. കണ്ണൂർ കോർപ്പറേഷനിൽ വികസന പ്രവർത്തനങ്ങൾ കാലതാമസം കൂടാതെ നടപ്പാക്കാൻ വേണ്ട എല്ലാ നടപടികളും സ്വീകരിക്കുമെന്ന് പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ റിജിൽ മാക്കുറ്റി പറഞ്ഞു. കണ്ണൂരിന്റെ സമഗ്ര വികസനത്തിന് ഒരു വലിയ മാറ്റം ഉണ്ടാക്കണം എന്നുള്ളതാണ് ഈ കോർപ്പറേഷൻ്റെ തീരുമാനം. വികസനത്തിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്ന ഒരു ഇടപെടാൻ സാധിക്കുന്ന സ്റ്റാൻഡിംഗ് കമ്മിറ്റിയാണ് പൊതുമരാമത്ത്. തീർച്ചയായിട്ടും അതിനകത്ത് വളരെ കൃത്യമായി സ്പിൽ ഓവറായിട്ടുള്ള ഒരുപാട് വർക്കുകൾ അത് കാലതാമസം ഉണ്ടാക്കാൻ അനുവദിക്കില്ല. വളരെ സമയബന്ധിതമായി തന്നെ ആ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കും. ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് ഏതെങ്കിലും തരത്തിൽ വീഴ്ചകൾ ഉണ്ടായാൽ കർശന നടപടി സ്വീകരിക്കും. കോർപ്പറേഷൻ്റെ സമഗ്ര വികസനത്തിന് തടസ്സം നിൽക്കാൻ ഉദ്യോഗസ്ഥന്മാരാരെങ്കിലും തയ്യാറായെങ്കിൽ കർശനമായ നടപടി ആ വിഷയത്തിനകത്ത് ഉണ്ടാവും. നിലവിൽ എല്ലാവരുമായി സഹകരിച്ച് കണ്ണൂരിൻ്റെ ഒരു വികസനത്തിൻ്റെ മുന്നോട്ട് പോകുക എന്നുള്ളതാണ് ഞങ്ങളുടെ എല്ലാം കാഴ്ചപ്പാട്. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ഒരു ഇടപെടൽ ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തുനിന്നുണ്ടാകണം. കോർപ്പറേഷൻ പ്രഖ്യാപിക്കുന്ന പദ്ധതികൾ അത് കൃത്യമായി പൂർത്തിയാക്കാനും അതോടൊപ്പം ജനോപകാരപ്രദമായിട്ട് ഒരുപാട് പദ്ധതികളുണ്ട്, അത് ജനങ്ങളിൽ എത്തിക്കുന്നതിന് വേണ്ടിയുള്ള കൃത്യമായ നിലപാട് കോർപ്പറേഷൻ്റെ ഭാഗത്തുനിന്നുണ്ടാകും. പദ്ധതി വിഹിതം പൂർണ്ണമായും വികസന പ്രവർത്തനത്തിന് ഉറപ്പാക്കും. നിലവിൽ കഴിഞ്ഞ കോർപ്പറേഷൻ്റെ ഭാഗത്തുനിന്ന് ഒരുപാട് ഭരണാനുമതി കിട്ടിയിട്ടുള്ള റോഡുകളുണ്ട്. അപ്പോൾ അത് വളരെ പെട്ടെന്ന് തന്നെ പൂർത്തീകരിക്കുകയും അതോടൊപ്പം തന്നെ മറ്റ് അനുബന്ധ റോഡുകൾ ഉൾപ്പെടെ കൃത്യമായ രൂപത്തിൽ തന്നെ ജനങ്ങൾക്ക് സഞ്ചാരയോഗ്യമാക്കുന്നതിന് വേണ്ടിയുള്ള കർശനമായ നടപടി അതിനകത്ത് ഉണ്ടാകും. അതിനകത്ത് ഒരു അലംഭാവവും, പ്രത്യേകിച്ച് ഉദ്യോഗസ്ഥന്മാരും അതോടൊപ്പം കരാറുകാരും അവരുൾപ്പെടെ ഏതെങ്കിലും തരത്തിൽ അലംഭാവം കാണിക്കാതെ കൃത്യമായി ആ വിഷയത്തിനകത്ത് ഇടപെടണം എന്നുള്ളതാണ്. അപ്പോൾ മറ്റു തരത്തിലുള്ള നൂലാമാലകൾക്കൊന്നും ഇടപെടാൻ അനുവദിക്കില്ല എന്ന് മാത്രമല്ല, കോർപ്പറേഷൻ ചെലവഴിക്കുന്ന ഫണ്ട് അത് റോഡിനായാലും ഏതിനായാലും അത് കൃത്യമായി ജനങ്ങൾക്ക് എത്തിക്കുക, ജനങ്ങളുടെ ആവശ്യങ്ങൾക്ക് എത്തിക്കുക. അതിനകത്ത് മറ്റു തരത്തിൽ ഇടപെടൽ നടത്താൻ ഒരു കാരണവശാലും ആരും അനുവദിക്കില്ല. ഒരു തരത്തിലുള്ള ബാഹ്യ ഇടപെടലും പ്രവർത്തകർക്ക് അനുവദിക്കില്ല. പൊട്ടിപ്പൊളിഞ്ഞ റോഡുകളുടെ അറ്റകുറ്റപ്പണി വേഗം പൂർത്തിയാക്കുമെന്നും പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സ്ഥാനം ഏറ്റെടുത്ത ശേഷം റിജിൽ മാക്കുറ്റി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.